അസ്സലാമലൈക്കും, വെൽക്കം ടു മൈ ചാനൽ. ഇപ്പോൾ ഇന്ന് അടിപൊളിയായിട്ടുള്ള ഒരു ചോക്ലേറ്റ് കസ്റ്റാർഡാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇതാ 1/2 ലിറ്റർ പാൽ ഞാനിവിടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് കസ്റ്റാർഡ് റെഡിയാക്കാം. ഒരു 3 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡറിലോട്ട് ഒരു 3 ടേബിൾ സ്പൂൺ പാലൊഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതാണ്. ഇതെല്ലാവർക്കും ഓൾറെഡി അറിയുന്നതാണ്. അപ്പോൾ അതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം പാല് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള പഞ്ചസാരയൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതാ ഞാൻ ആവശ്യത്തിനുള്ള മധുരം ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് മിൽക്ക് മെയ്ഡും കൂടെ ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾക്ക് നിർബന്ധമില്ല, നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം യൂസ് ചെയ്താൽ മതി. അപ്പോൾ ഞാനിതാ മിൽക്ക് മെയ്ഡും കൂടെ കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഞാനിവിടെ ഡാർക്ക് കോമ്പൗണ്ട് ചോക്ലേറ്റ് ആണ് എടുത്തിട്ടുള്ളത്. അത് ചെറിയ പീസാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഈ പാലിലോട്ട് ഇട്ട് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. കുറച്ച് ടൈം എടുക്കും മെൽറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. എല്ലാ പീസും നന്നായിട്ട് മെൽറ്റ് ചെയ്യണം. അതുവരെ നമുക്കിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കാം. ഇപ്പോൾ ഇതാ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇത് ലോ ഫ്ലെയിമിലിട്ടിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാം മെൽറ്റായി. അതിന് ശേഷം നമ്മൾ കസ്റ്റാർഡ് മാറ്റി വെച്ചത് ഒന്നുകൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. കസ്റ്റാർഡ് ഒഴിച്ചാൽ പിന്നെ നമുക്കിത് കൈയെടുക്കാണ്ട് ഇളക്കിക്കൊണ്ടേയിരിക്കണം കേട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പെട്ടെന്ന് അടിയിൽ പിടിക്കും, പെട്ടെന്ന് കരിയാനും ചാൻസ് ഉണ്ട്. അപ്പോൾ അത് മാത്രം ഇതിൽ ശ്രദ്ധിച്ചാൽ മതി. ബാക്കിയൊക്കെ സിമ്പിളാണ്, നിങ്ങൾക്ക് പെട്ടെന്ന് ഉണ്ടാക്കാനായിട്ട് പറ്റും. അപ്പോൾ അതാ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ അത് ഏകദേശം തിക്കായി വന്നിട്ടുണ്ട്. ഇനിയും നമുക്ക് തിക്കാവാനുണ്ട്. അപ്പോൾ നിങ്ങൾക്കിതിൻ്റെ മധുരമൊക്കെ പാകമാണോ എന്ന് നോക്കാം. വേണമെങ്കിൽ വീണ്ടും മധുരം ഇടാം. അപ്പോൾ അത് നന്നായിട്ട് തിക്കായിട്ടുണ്ട്. ഇനി ഇത് ചൂടാറുമ്പോൾ കുറച്ചുകൂടെ തിക്കായി വരും. അതിനുശേഷം നമുക്ക് ഇതൊരു സെർവ് ഗ്ലാസ്സിലേക്ക് മാറ്റാം. ഇപ്പോൾ ഏകദേശം ചൂടാറിയിട്ടുണ്ട്. ഞാനിവിടെ ഒരു ഗ്ലാസ്സിലേക്ക് മാറ്റുകയാണ്. അതിനുശേഷം നമുക്ക് ഇത് ഫ്രിഡ്ജിൽ കുറച്ച് നേരം സെറ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ ഈസിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും. നല്ല ഈസിയല്ലേ ഉണ്ടാക്കാനായിട്ട്. നിങ്ങളുടെ കയ്യിൽ ഡാർക്ക് കോമ്പൗണ്ട് ചോക്ലേറ്റ് ഇല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ സാധാ ചോക്ലേറ്റ് ഉണ്ടായാലും നമുക്ക് അത് വെച്ചിട്ടും ഇതുപോലെ ഉണ്ടാക്കാൻ പറ്റും. അതിൻ്റെ മേലെ ഞാൻ ചോക്കോ ചിപ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊക്കെ വെറുതെ ഒരു ഭംഗിക്ക് ഇട്ട് കൊടുക്കുന്നതാണ് കേട്ടോ. ഇടയിൽ നമുക്കതിങ്ങനെ കടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. നിങ്ങളുടെ കയ്യിൽ നട്ട്സൊക്കെ ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാം. നമുക്ക് എന്ത് വേണമെങ്കിലും ഇട്ട് കൊടുക്കാൻ പറ്റും. അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ വീഡിയോ ഫുള്ളായിട്ട് കാണാം. നിങ്ങളുടെ കമൻസൊക്കെ അറിയിക്കണം. കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുക. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.